പേരും വയ്യാത്തവരായിരുന്നു, രോഗികളാണ്. ഞങ്ങൾ പരസ്പരം പ്രാർത്ഥിച്ചു, നിയോഗങ്ങൾ പറഞ്ഞു. രോഗശാന്തിക്ക് വേണ്ടി ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുകയുണ്ടായി. നമ്മളുടെ പിന്നെ ആരും പ്രത്യേകമായ ലൗകികമായ താല്പര്യങ്ങൾക്ക് വേണ്ടി ആരും ഒന്നും പറഞ്ഞതല്ല, ആത്മീയമായ കാര്യങ്ങളാണ് പറഞ്ഞത്. കൂടുതൽ എല്ലാവരും, നമ്മുടെ സമൂഹത്തിലെ ആളുകളും നമ്മുടെ വീടുകളിലെ സഹോദരങ്ങളെല്ലാം ആത്മീയമായി ബലം പ്രാപിക്കണം എന്നുള്ള നിയോഗം എല്ലാവരും പ്രത്യേകം പറയുകയുണ്ടായി. ഇനി ഇടവകയിലെ പ്രവർത്തനങ്ങളിൽ കൂടുതൽ ജ്ഞാനവരത്തോടുകൂടി പ്രവർത്തനക്ഷമമാകുന്നതിന് വേണ്ടി, പിന്നെ ഞങ്ങൾ ഓരോരുത്തരും ചെയ്യുന്ന പ്രേക്ഷിത മേഖലകൾക്ക് വേണ്ടി ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിച്ചു. സിസ്റ്റർ പറഞ്ഞ് എനിക്ക് ഒത്തിരി ഇഷ്ടമായി. അവിടെ ഇവരുടെ മഠത്തിൽ പള്ളിയിൽ കൊച്ചു കുട്ടികൾ വരുമ്പോൾ പിള്ളേരതിൽ ഓടി നടക്കും. അപ്പോൾ കുഞ്ഞുങ്ങളെ കൊണ്ടാക്കിയിട്ട് അമ്മമാർക്ക്, കുഞ്ഞുങ്ങളെയും കൊണ്ട് പള്ളിയിലേക്ക് പോകുമ്പോൾ അമ്മമാർക്കത് കുർബാനയിൽ സംബന്ധിക്കാൻ സാധിക്കാതെ വരുന്നു. അതുകൊണ്ട് ഇവർ ചെയ്യുന്നത്, അവരുടെ ഒരു ഡേ കെയർ സെൻ്ററിന് കുറച്ച് നേരത്തേന് ഈ കുഞ്ഞുങ്ങളെ 1 മണിക്കൂർ നേരത്തേക്ക് നന്നായിട്ട് ഈശോയുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് ആധുനിക ഉപയോഗിച്ച് ആ കുഞ്ഞുങ്ങളെയും കൂടെ ദൈവീകതയിൽ വളർത്തി അമ്മമാരുടെ കയ്യിൽ സുരക്ഷിതത്വത്തോടെ തിരിച്ചേൽപ്പിക്കുന്നു. പിന്നെ സിസ്റ്ററിൻ്റെ നിയോഗം, അപ്പോൾ ആ കാര്യം അതിനു വേണ്ടി, അത് കൂടുതൽ നന്നാകാൻ വേണ്ടി നമ്മൾ പ്രത്യേകം പ്രാർത്ഥിച്ചു. മറ്റ് പറഞ്ഞ നിയോഗങ്ങൾക്കൊക്കെ സാധിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചു. പിന്നെ ഞങ്ങൾ ഈ സിസ്റ്ററാണേലും സിസ്റ്റർ നല്ല ഒരു രോഗിയാണ് കേട്ടോ. ക്യാൻസർ പേഷ്യൻ്റ് ആയിരുന്നു. ഈശോ സൗഖ്യം കൊടുത്തിട്ടുണ്ട്, സൗഖ്യം ഫീൽ ചെയ്യുന്നുണ്ട്. അതിപ്പോൾ ആ മണ്ഡലത്തിൽ കൂടുതൽ പ്രവർത്തിക്കാനുള്ള, എന്നാലും അവിടെ വിശ്രമ സമയം ഒട്ടും കളയുന്നില്ല. അത് മുഴുവൻ ഈശോയ്ക്ക് വേണ്ടി മാത്രം മാറ്റി വെച്ചിരിക്കുന്ന സിസ്റ്ററാണ്. പിന്നെ സിസ്റ്റർ, ഞങ്ങളുടെ കൂടെയുള്ള അൽഫോൻസ് സിസ്റ്ററിനും അങ്ങനെയാണ്. ഇടവക പ്രവർത്തനങ്ങൾക്ക് വലിയ താല്പര്യം, പക്ഷേ കാലിലൊരു പ്രശ്നമൊക്കെ ഉള്ളതുകൊണ്ട് നടക്കാൻ പറ്റുന്നില്ല. വണ്ടിയുള്ളിടത്ത് മാത്രമേ പോകാൻ പറ്റുന്നുള്ളൂ. കുന്നും മലയെല്ലാം കയറി പോകാനായിട്ട് വലിയ ആഗ്രഹമുണ്ട്. അപ്പം സിസ്റ്ററിന് വേണ്ടിയും പ്രാർത്ഥിക്കണമെന്ന് സമൂഹത്തിൻ്റെ പ്രാർത്ഥിക്കുന്നുണ്ട്, ഒത്തിരി പ്രാർത്ഥിക്കുന്നുണ്ട്. സിസ്റ്റർ നന്നായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. അങ്ങനെ സിസ്റ്ററിന് സന്ദേശം കിട്ടിയത് അങ്ങനെയാണ്, കൂടുതൽ പ്രാർത്ഥനയിലൂടെ ആത്മാക്കളെ നേടിയെടുക്കാൻ. പിന്നെ എനിക്കൊരു പ്രാർത്ഥനാ നിയോഗമുള്ളത്, പ്രഗ്നൻസി കൗൺസിലിങ് കൂടുതൽ കാര്യക്ഷമമായിട്ട് നടപ്പിലാക്കാനായിട്ട് ഉള്ള ഒരു കൂടുതൽ പേര് വരാനും അവർക്ക് വേണ്ടി വേണ്ട വിധത്തിൽ ഈശോ ആഗ്രഹിക്കുന്നത് പോലെയുള്ള അടുത്ത ഒരു തലമുറ രൂപപ്പെടാനും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ച് ഞങ്ങൾ പരസ്പരം